സഹകരണ ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ജീവനൊടുക്കിയ ഇടുക്കി കട്ടപ്പനയിലെ സാബു തോമസിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം പള്ളിയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, പള്ളിയിൽ ഇനി ചടങ്ങുകൾ ഉണ്ട് അല്ലേ? ഗോകുൽ, നിലവിൽ സാബുവിന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഏകദേശം അരമണിക്കൂറോളം സംസ്കാര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. അതിദാരുണമായ സംഭവമാണ്. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ചിത്തപ്പേരുണ്ടാക്കുന്ന, അത്തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് സാബുവിന്റെ മരണം. സാബു ഒരു നിക്ഷേപകനായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കടമെടുത്ത പണമല്ല, മറിച്ച് ഈ ബാങ്കിന്റെ വളർച്ചക്കടക്കം സഹായകരമായ പണമാണ് അദ്ദേഹത്തിൻ്റെത്. 90 ലക്ഷം രൂപ അധികം വിവിധ സമയങ്ങളിലായി അദ്ദേഹം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പണം ഏറ്റവും അവസാനം 14 ലക്ഷം രൂപയോളം സാബുവിന് ഇനി ലഭിക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ പണം ചോദിച്ച് ബാങ്കിലെത്തുകയും ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകുകയും ചെയ്തു. അതിൽ മനംനൊന്ത് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം ഉള്ളത്. ബാങ്ക് ജീവനക്കാരുടെ 3 പേരുടെ പേരുകൾ ആ ആത്മഹത്യ കുറിപ്പിലുണ്ടായിരുന്നു. ഇന്ന് മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഭാഷയും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ സാബു വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്നുള്ളത് തർക്കമൊന്നുമില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആളുകളെ പ്രതി ചേർക്കുന്ന നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. അത് പിന്നീടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ വലിയ അമർഷവും പ്രതിഷേധവും ഒക്കെ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. CPM പ്രതികളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ CPM-ഉം പോലീസും ചേർന്ന് ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം അന്ന് ആ ഓഫീസിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിയിലേക്ക് പോകുക എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും തീരുമാനം. ഈ സംസ്കാരത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോൺഗ്രസ് പ്രതിഷേധ ധർണ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് DYSP ഓഫീസിലേക്ക്. അതായത് പോലീസിനെതിരെ വലിയ ആരോപണം ഈ ഘട്ടത്തിൽ ഉയരുന്നു. പ്രത്യേകിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന അവരുടെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. നിലവിൽ ഈ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. കട്ടപ്പന സെയിന്റ് ജോർജ് പള്ളിയിലാണ് ഇപ്പോൾ സാബുവിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. അവിടെ ഇനി സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷമായിരിക്കും സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും വലിയ ആക്ഷേപം CPM-നെതിരെ ഉയരുന്നുണ്ട്. ഒപ്പം പോലീസിനെതിരെയും ഈ സംഭവത്തിൽ ഇതുവരെയും ആരെയും പ്രതി ചേർക്കാതെ മുന്നോട്ട് പോകുന്ന പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസും BJP-യും അടക്കം ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം തന്നെ വിട്ടു നൽകിയത്. പക്ഷേ അപ്പോൾ കൊടുത്ത ഉറപ്പുകളൊന്നും ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പാലിച്ചിട്ടില്ല എന്നതാണ് ആക്ഷേപമായി ഉയരുന്നത്.